ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില തോരൻ. മുരിങ്ങയില പരിപ്പും കൂടി ഇട്ട് വെച്ച തോരൻ. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. മുരിങ്ങയില 4 കപ്പ്. ഈ മുരിങ്ങയില എൻ്റെ ഗാർഡനിൽ നിന്നും തന്നെ അടർത്തിയെടുത്തതാണ്. ഈ വലിയ തണ്ടിൽ നിന്നും ചെറിയ ചെറിയ തണ്ടുകൾ അടർത്തിയെടുത്തതിന് ശേഷം ചെറിയ തണ്ടിൽ നിന്നും ഇലകൾ ഇതുപോലെ മുകളിൽ നിന്നും താഴോട്ട് അടർത്തിയെടുക്കുക. പരിപ്പ് 1/4 കപ്പ്, ചിരകിയ നാളികേരം 1 കപ്പ്, വെളുത്തുള്ളി 2 അല്ലി, കാന്താരിമുളക് 5 എണ്ണം, ചെറിയ ഉള്ളി റൗണ്ടിൽ തിന്നായിട്ട് കട്ട് ചെയ്തത് 8 എണ്ണം, വറ്റൽമുളക് സീഡെല്ലാം മാറ്റി 3 ആയിട്ട് കട്ട് ചെയ്തത് 4 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, വെള്ളം 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടി ഒരു കുക്കറിലോട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് പരിപ്പിട്ട് കൊടുക്കുക. നമുക്കിനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കുക്കറിനി അടച്ചു വെച്ച് 4 വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്യുക. ഇപ്പോൾ 4 വിസിലായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കറിൻ്റെ പ്രഷർ പോകുന്നതിനായി സ്റ്റൗവിൽ നിന്നും എടുത്ത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് തോരന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 അല്ലി വെളുത്തുള്ളി, 5 കാന്താരിമുളക്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയിൽ നിന്നും കുറച്ച് ഉള്ളി, കറിവേപ്പിലയിൽ നിന്ന് കുറച്ച് കറിവേപ്പില, എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് ചിരകിയ നാളികേരം, രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം, എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് അരപ്പ് തോരൻ്റെ പരുവത്തിൽ അരച്ചെടുക്കുക. അരപ്പ് ഒത്തിരി അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇത് നമ്മൾ ചതച്ചെടുത്ത അരപ്പാണ്. നമുക്കിനി തോരൻ തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു സ്കില്ലറ്റിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിലിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പുറത്തോട്ട് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി അടച്ചു വെച്ചാണ് കടുക് വറുക്കുന്നത്. കടുക് ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞു. ഇതിലോട്ടിനി നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ചെറിയ ഉള്ളിയിട്ട് വഴറ്റുക. ഉള്ളി ഇപ്പോൾ വഴന്നിട്ടുണ്ട്. ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് വഴറ്റുക. എരിവ് കുറഞ്ഞിരിക്കാൻ വേണ്ടി വറ്റൽമുളകിൻ്റെ അകത്തെ സീഡ്സ് ഞാൻ എടുത്തു മാറ്റി. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെയും വറ്റൽമുളകിൻ്റെയും അളവ് അഡ്ജസ്റ്റ് ചെയ്യുക. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഈ കടുക് വറുത്തതിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. തോരനിലോട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 4 കപ്പ് മുരിങ്ങയിലയിട്ട് അല്പസമയം ഇങ്ങനെ വഴറ്റി കൊടുക്കാം. മുരിങ്ങയിലേക്ക് ഒട്ടും വേവില്ല, ഇടുമ്പോൾ തന്നെ വാടി തുടങ്ങും. കണ്ടോ?
മുരിങ്ങയില വെന്ത് കഴിയുമ്പോൾ വളരെ കുറച്ചായിട്ട് മാറും. 2 മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട്. ഫ്ലെയിം ഇനി ലോയിൽ വച്ചതിന് ശേഷം ഈ സ്കില്ലറ്റിൻ്റെ മിഡിലിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മുരിങ്ങയില കൊണ്ട് അരപ്പ് പൊത്തിക്കൂട്ടിയതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 3-4 മിനിറ്റോളം കുക്ക് ചെയ്യണം. അരപ്പിൽ ആവി കയറി അരപ്പിൻ്റെ പച്ചമണം മാറണം. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചച്ചുവയെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന കടുക് ഉള്ളിയും വറുത്തത് ആഡ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മുരിങ്ങയില നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മുരിങ്ങയില പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. Thank you for watching. Bye bye.